ഒരു കൂളിംഗ് ഗ്ലാസ് കിട്ടിട്ട് കുളിർമേൽ പറയാനൊരു പൂതി അതുകൊണ്ടാ ടോളി യാ തുടക്കട്ടെ കേട്ടോ. എന്താ നമ്മളിതൊന്നും ഉപയോഗിക്കലൊന്നുമില്ല. ലോങ് യാത്രയൊക്കെ ചെയ്യുമ്പോൾ ഇടയ്ക്ക് ബൈക്കിലൊക്കെ പോകുമ്പോൾ നിട്ടുന്ന എന്തായാലും ഇരുന്നോട്ടെ. പക്ഷേ ഈ കാര്യം എങ്ങനെ ഉണ്ട് നോക്കി അത് കേട്ടെ ലുക്കല്ലേ. ആ പുസ്തകം കൂളിംഗ് ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൂളിംഗ് ഗ്ലാസ് ഇട്ട് മോശമാക്കാൻ പാടില്ല. ഞാനിതെല്ലാം കൊണ്ട് തുടങ്ങാൻ പോവാം. നിങ്ങളെന്നെ ഇട്ടേച്ച് പോരുത്. എനിക്ക് അതേ പറയാനുള്ളൂ. കള്ളത്തി ബാപ്പ ഇതിലെന്താ രസം എന്നറിയോ? ഉസ്താദ് സത്യത്തിൽ ഇത് ട്രോളാണ്. ഇതിപ്പോൾ ഉസ്താദെ കുറച്ച് ആളുകൾ ഈ ഭാഗം മാത്രം കട്ട് ചെയ്തിട്ട് നിങ്ങൾ കൊടിമരം തുടങ്ങാൻ പോവുകയാണെന്നുള്ള ഭാഗം മാത്രം ഇട്ടാൽ കുറച്ചെങ്കിലും ആളുകൾ എന്താക്കും? എല്ലാവരും ഒന്നും ഉണ്ടാവില്ല. എല്ലാവരും ഉസ്താദിനെ കുറിച്ച് അറിയണ ഒരുവിധ ആളുകളൊക്കെ എങ്ങനെ മനസ്സിലാക്കും? അത് ഉസ്താദ് തങ്ങളെ ട്രോളാനും വേണ്ടിയിട്ട് ചെയ്തതാണെന്ന് മനസ്സിലാക്കും അല്ലേ? എന്നാലും ചുരുക്കം ശതമാനം ആളുകൾ എന്ത് മനസ്സിലാക്കും? ഇയാളും തുടങ്ങാൻ പോവാണ് ഈ കൊടിമരം എന്ന് മനസ്സിലാക്കൂലേ? ഉസ്താദ് സത്യത്തിൽ ഫസ്റ്റ് ഇട്ട വീഡിയോയിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? ഇതന്നല്ല സംഭവിച്ചിട്ടുള്ളത്. തങ്ങൾ പറഞ്ഞ കാര്യം എന്താണെന്ന് ഉസ്താദ് എന്താക്കിയില്ല, മുഴുവനായിട്ട് ജനം കിട്ടുന്നത്. പക്ഷെ ഉസ്താദ് അതിൻ്റെ നടുവിൽ ഞാനറിയില്ല എന്ന് തങ്ങൾ പറയുന്ന ഭാഗം കട്ട് ചെയ്യാൻ വിട്ടുപോയി. അതല്ലേ സംഭവിച്ചത്? ഏതായാലും ജീവിക്കണ്ടേ, ഒരു മാർഗമില്ല. ഈ പള്ളിയിൽ കിടന്ന് നമ്മളിങ്ങനെ കണ്ടോ ജീവിക്കണ്ടേ, ഹേ അതാ ചോദിക്കണേ. ജീവിക്കണം ഹേ എന്ന് എനിക്ക് പറയാല്ലേ. പള്ളിയിൽ കിടന്നിട്ട് എന്തോ കിട്ടില്ല എന്ന് പറയട്ടെ. നോക്കുക ഒരു മാസക്കാലം ഇങ്ങനെ തുഴഞ്ഞാല് ഒരു കരയിൽ നിന്ന് മറുകര എത്താൻ എന്തെല്ലാം പാടുപെടണം, സത്യം എന്തെല്ലാം ബുദ്ധിമുട്ടണം. കല്യാണക്കാര് വരവാസോലിക്കാര് ഇവർക്കെല്ലാം കൊടുത്തു തീർക്കണ്ടേ? വേണം ഉസ്താദെ. പക്ഷേ നിങ്ങൾ പറഞ്ഞ മാതിരി പള്ളിയിൽ നിന്ന് കിട്ടുന്ന കുറവ് തന്നെക്കാരാ. എനിക്കും ഏകദേശം കുറച്ച് പള്ളി നീട്ടൊക്കെ ചെറുങ്ങനെ ബന്ധമില്ല ആളെ. വലിയ നിങ്ങളമാതിരി വലിയ ആളല്ലല്ലോ. ചെറുങ്ങനൊക്കെ ഇടയ്ക്കൊക്കെ പള്ളിയിൽ പോയില്ല. ആ ഒരു പരിചയത്തോട്ട് പറയാം. ശമ്പളം കുറവ് തന്നെക്കാരം. പക്ഷെ യൂട്യൂബിൽ നിന്ന് നല്ല കിട്ടില്ല പൈസ കിട്ടുന്നുണ്ടോ അല്ലേ? അത് എന്താണ് നിങ്ങൾ പാവങ്ങൾക്ക് കൊടുക്കാത്തത്? നേക്കിനെടുത്ത് വെച്ചിക്കല്ലേ. ഹാമിതങ്ങൾ ചികിത്സയ്ക്ക് വരുന്ന പൈസയിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ആവശ്യമില്ല ഇത് മാറ്റി വെച്ചിട്ട് മിച്ചം വരുന്ന പൈസ അടക്കം, ജനങ്ങൾ കൊടുക്കുന്ന പൈസ അടക്കം എന്തിനു ഉപയോഗിക്കുകയാണ്? ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുകയാണ്, ജീവകാരുണ്യ പ്രവർത്തനങ്ങളായി ഉപയോഗിക്കുകയാണ് അല്ലേ? അപ്പോൾ ജനങ്ങൾ എന്താക്കുന്നു? തങ്ങളെ അംഗീകരിക്കുന്നു, തങ്ങൾക്ക് ജനസമ്മതി കൂടുന്നു. അതല്ല നിങ്ങളെ വിഷമം സത്യത്തിൽ. ഇതാകുമ്പോൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഈ കിണറിൽ നിറയുന്ന പൈസ മതി. അള്ളാഹുവെ മഴ പെയ്ക്കലിടക്കുന്നു, പൈസ ആഴ പോവും. ഇല്ലേ കിണറിൽ വീണ പൈസ താഴേക്കൊന്നും പോകില്ല. മഴ പെയ്താലും ഒന്നുകിൽ അതിങ്ങനെ പൊന്തി നിൽക്കുകയുള്ളൂ. പോവില്ല, പേടിച്ചണ്ട. നിങ്ങൾ ഉണ്ടായിക്കോളേ കിണറോ കുളോ നിങ്ങൾ എന്തുണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല. ഈ കിണറിൽ വീഴുന്ന പൈസ മതി ഒരു വർഷത്തേക്ക് ചെലവിനുള്ളതാവും. അപ്പൊ എല്ലാവരും സഹകരിക്കണം. ഇൻഷാ അല്ലാഹ് ഞാനൊരു പുതിയ കൊടി കുത്തുന്നുണ്ട്. ആരും മുങ്ങിക്കളയരുത് ഇൻഷാ അല്ലാഹ്.